കെമിസ്ട്രിയിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ച ചില 1 മാർക്ക് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഏത് സ്പീഷീസിലാണ് 18 ഇലക്ട്രോണുകളും 16 പ്രോട്ടോണുകളും 16 ന്യൂട്രോണുകളും അടങ്ങിയിരിക്കുന്നത് എന്നതാണ് ചോദ്യം. നമുക്കറിയാം പ്രോട്ടോണുകളുടെ എണ്ണം 16 ആണെങ്കിൽ അറ്റോമിക് നമ്പർ Z എന്ന് പറയുന്നതും 16 ആയിരിക്കും. മക്കളെ, അറ്റോമിക് നമ്പർ 16 ആയിട്ടുള്ള എലമെന്റ് സൾഫർ ആണ്. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ മനസ്സിലായി, S2- ആണ്. നമുക്ക് ഒന്നുകൂടി കൺഫേം ചെയ്യാം. ഇതിൽ പ്രോട്ടോണുകളുടെ എണ്ണം 16 ആണ്, എന്നാൽ ഇലക്ട്രോണുകളുടെ എണ്ണം 18 ആണ്. സൾഫർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണം 16 ആണ്. അത് ന്യൂട്രൽ ആയിരുന്നെങ്കിൽ അതിൽ ഇലക്ട്രോണുകളുടെ എണ്ണവും 16 ആയേനെ. എന്നാൽ ഇവിടെ 16 അല്ല 18 ആണ്, which means 2 ഇലക്ട്രോണുകൾ എക്സ്ട്രാ ആണ്. അതുകൊണ്ടാണ് S2- എന്ന സിമ്പിൾ വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ഹയസ്റ്റ് വാല്യൂ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി? പീരിയോഡിക് ടേബിളിൽ തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ് ഫ്ലൂറിൻ. ഫ്ലൂറിൻ ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ ഏറ്റവും കൂടുതൽ. The hybridization state of carbon in C2H4. C2H4 എന്ന് പറഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറഞ്ഞാൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആണ്. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് വന്നാൽ അവിടുത്തെ ഹൈബ്രിഡൈസേഷൻ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് വന്നാൽ ഹൈബ്രിഡൈസേഷൻ sp ആണ്. ആൻഡ് 2 ഡബിൾ ബോണ്ടുകൾ പ്രസന്റ് ആണെങ്കിലും ഹൈബ്രിഡൈസേഷൻ sp ആണ്. അടുത്ത ചോദ്യം ഇതാണ്: അസേർഷനും റീസണും തന്നിരിക്കുകയാണ്. അസേർഷൻ ഇതാണ്: ഒരു ലിക്വിഡ് ക്രിസ്റ്റലൈസ് ചെയ്ത് സോളിഡ് ആയിട്ട് മാറുകയാണ്. അവിടെ ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുമ്പോൾ എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്, which is a correct statement അല്ലെ? ലിക്വിഡിനേക്കാളും വളരെ ഓർഡേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ, സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ എൻട്രോപ്പി അവിടെ ഡിക്രീസ് ചെയ്യുകയാണ്. റീസൺ ഇതാണ്: ഇൻ ക്രിസ്റ്റൽസ് മോളിക്യൂൾസ് ഓർഗനൈസ് ഇൻ ആൻ ഓർഡേർഡ് മാനർ. ക്രിസ്റ്റൽസിൽ മോളിക്യൂൾസ് ഓർഡേർഡ് മാനർ ആയിരിക്കും, അടുക്കും ചിട്ടയോടെ നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പൊ റീസൺ കറക്റ്റ് ആണ്, അസേർഷനും കറക്റ്റ് ആണ്. സോ ആൻസർ വരുന്നത് ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ആൻഡ് റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ.